Hi students, welcome to Compass International. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിഗ്രി കഴിഞ്ഞ് PG-യിലേക്ക് നോക്കുന്ന കുട്ടികൾക്ക് അബ്രോഡിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ചെയ്യാം, ഏതൊക്കെ കൺട്രീസ് ആണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഏത് കൺട്രി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് കോഴ്സോ യൂണിവേഴ്സിറ്റിയോ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസും പ്രോപ്പറായിട്ട് ഒരു റിസർച്ച് ചെയ്യണം. ആ റിസർച്ച് എന്തിൻ്റെയൊക്കെ ആയിരിക്കണം, യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഫീസിനെ കുറിച്ചും അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്, ഇതൊക്കെ ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്തതിന് ശേഷം വേണം എല്ലാ കുട്ടികളും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അബ്രോഡിലേക്ക് PG-യിലേക്ക് എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഏതൊക്കെ കൺട്രീസിലേക്കാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനകത്ത് ബെസ്റ്റ് കൺട്രീസ് ഓരോ സെഗ്മെൻറ്റിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ബെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിമാൻഡിങ് കോഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മെഷീൻ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എല്ലാം റോബോട്ടിക് കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം AI ജനറേറ്റഡ് ആണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിൽ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഒരു 40% സ്കോളേഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ടെക്നീഷ്യൻസിനാണ്. സോ നമുക്ക് നിലവിൽ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള എല്ലാ ഫീൽഡിലും AI-യുടെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ AI തന്നെയാണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പല കാറ്റഗറീസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡാറ്റാ സയൻസ് വരുന്നുണ്ട്, മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്, റോബോട്ടിക് സയൻസ് വരുന്നുണ്ട്, കോഡിങ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. നമ്മൾ ജനറലി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നോ ഡൗട്ട് അത് നമ്മുടെ USA തന്നെയാണ്. നമുക്കറിയാം നിലവിൽ ഒരു USA കുറച്ച് വിസ റൂൾസിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് ഒരു പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ മാത്രം നോക്കുന്ന, ഒരു ബെറ്റർ ഒരു കരിയർ നോക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. കാരണം US ഇപ്പോഴും ജെന്യുവൻ സ്റ്റുഡൻ്റ് ആണ് എന്ന് ഇമിഗ്രേഷൻ ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ US-ലാണെങ്കിലും UK-യിലാണെങ്കിലും നമ്മളൊരു പ്രോപ്പർ കോഴ്സ് എടുക്കാമെന്ന് തന്നെയാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ ബെസ്റ്റ് ഒരു കൺട്രി എന്ന് പറയുന്നത് US തന്നെയാണ്. സെക്കൻഡ് നമുക്ക് വരുന്നത് നമുക്ക് അയർലൻഡിലാണ്. നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ IT കമ്പനീസിൻ്റെ റീജിയണൽ ഹെഡ് ഓഫീസ് വരുന്നത് അയർലൻഡിൽ തന്നെയാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ പ്ലേസ്മെൻറ്റ്സ് നമുക്ക് ഈ വക കൺട്രീസിലേക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു റീജിയണൽ ഓഫീസും നമുക്ക് അയർലൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഐറിഷ് യൂണിവേഴ്സിറ്റീസിലെ ഒരു 70% കോഴ്സ് എന്ന് പറയുന്നത് IT ബേസ്ഡ് കോഴ്സ് തന്നെയാണ്. സോ നിലവിൽ ഇപ്പം US കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി IT മേഖലയിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് UK-യിലും വരുന്നുണ്ട്. കാരണം UK-യിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പ്ലേസ്മെൻറ്റോടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇനി അതേപോലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന കൺട്രീസിലേക്കുണ്ട്. ഫോർത്ത് കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയയിൽ ഞാൻ മുമ്പ് US-ൽ പറഞ്ഞ പോലെ കുറച്ച് വിസയുടെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ജെന്യുവൻ സ്റ്റുഡൻസിന് എപ്പോഴും നല്ല കൺട്രീസാണിത്. ഓഫ് കോഴ്സ് വിസ റൂൾസ് വരുന്നുണ്ട് ഇഷ്യൂസായിട്ട്. പക്ഷേ ഒരു ജെന്യുവൻ കാൻഡിഡേറ്റ് ആണെന്ന് നമുക്ക് ഇമിഗ്രേഷനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരിക്കലും ഈ കൺട്രീസിലേക്ക് വിസ ഇഷ്യൂസ് ഒരു പ്രോബ്ലം അല്ല. ഫിഫ്ത്ത് എന്ന് പറയുന്നത് സിംഗപ്പൂർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ചിലവരാണെങ്കിൽ സിംഗപ്പൂർ എങ്ങനെയാണ് മാം എന്ന് പറയുന്നത്, പക്ഷേ സിംഗപ്പൂരിൽ NUS ആൻഡ് NTU എന്ന് പറയുന്ന 2 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ IT മേഖലയിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോബ് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടെയാണ് NTU അല്ലെങ്കിൽ NUS സിംഗപ്പൂരിൽ പറയുന്നത്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ AI അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഡെവലപ്പറായിട്ട്, കോഡറായിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം അനലിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഒരു IT മേഖലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻഡസ്ട്രി നോക്കിയാലും അത് കൺട്രോൾഡ് ആണ് അല്ലേ. ഇപ്പോൾ ഇപ്പം ഒരു മെഡിക്കൽ ഫീൽഡ് നോക്കിയാലും അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ, ഒരു ഇൻഷുറൻസ് ഫീൽഡ് നോക്കിയാലും അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് മാനേജ് ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെ വേണം അല്ലേ. സോ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. സെക്കൻഡ് മോസ്റ്റ് ഡിമാൻഡീവ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നിലവിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അതിൻ്റെ പല റീസൺസും ഉണ്ട്. ബിക്കോസ് ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, അതായത് കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. പല വലിയ ട്രാക്ടേഴ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ കമ്പനീസാണ് ടാറ്റ, മഹീന്ദ്ര അല്ലേ. സോ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു സെക്കൻഡ് കാറ്റഗറി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു റോബോട്ടിക്സ് എടുത്തു, അല്ലെങ്കിൽ ഒരു എയറോസ്പേസ് എടുത്തു, അല്ലെങ്കിൽ ഒരു മെക്കട്രോണിക്സ് എടുത്തു, ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഓഫ്കോഴ്സ് ഒരു IT എഞ്ചിനീയർ ഉണ്ടെങ്കിൽ പോലും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഏറ്റവും കൂടുതൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിങ് ഒരു കോഴ്സാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡീവ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൺട്രീസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത്. UK, കാനഡ പോലെ ഒരു കൺട്രി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ യൂറോപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജർമ്മനി എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ബിക്കോസ് മെനി ഓഫ് ദി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആർ ഫ്രം ജർമ്മനി അല്ലേ. സോ അത് എന്തുകൊണ്ടാണ്? അവരുടെ ടെക്നോളജി അത്രയും അഡ്വാൻസ് ആണ്, അവർ യൂസ് ചെയ്യുന്ന എന്താ പറയുക മെഷീൻസ് അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അത്രയും അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ മെഷീനറി അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ കരിക്കുലം അത്രയും അഡ്വാൻസ്ഡ് തന്നെ ആയതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു 4 years ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഓഫ്കോഴ്സ് ഡയറക്റ്റ്ലി ജർമ്മനിയിലേക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടില്ല. വൈ? ബിക്കോസ് അവരുടെ ക്രെഡിറ്റ്സ് എത്രയും കൂടി കൂടുതലാണ്. അത് അത്രയും ക്വാളിറ്റി ആയിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അത്രയും കുറവ് വരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ജർമ്മനിയാണ്. അതേപോലെ തന്നെ ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ് ഒരു ക്വാളിറ്റേറ്റീവ് ഒരു സ്റ്റഡി ഫോളോ ചെയ്യുന്നത്. ഇത് ജർമ്മനിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം ഡിഗ്രി അതായത് 4 years ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ സ്കോളർഷിപ്പായിട്ട് ഇപ്പോൾ പല ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജർമ്മനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് US ഉണ്ട്. കാരണം US പല കമ്പനീസ്, പല ഓട്ടോമൊബൈൽ ജയൻസ് US ഉണ്ട്. തേർഡ് ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് UK തന്നെയാണ്. കാരണം പല കമ്പനീസ് UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ്. പല UK ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പും കിട്ടുന്നുണ്ട്. ഈ ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ, അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു റിയൽ ഹാൻഡ് എക്സ്പോഷർ കിട്ടും, ഒരു പ്രാക്ടിക്കൽ നോളേജും കിട്ടുന്നുണ്ട്. ഫോർത്ത് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഓസ്ട്രേലിയ തന്നെയാണ്. കാരണം ഈ ജർമ്മനി അല്ലെങ്കിൽ USA അല്ലെങ്കിൽ UK കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഓസ്ട്രേലിയ തന്നെയാണ്. നെക്സ്റ്റ് മോസ്റ്റ് ഡിമാൻഡിങ്, അതായത് തേർഡ് മോസ്റ്റ് ഡിമാൻഡിങ് എന്ന് പറയുന്നത് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്സ് ഉള്ള എഞ്ചിനീയേഴ്സും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നേരത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ തന്നെയാണ് ഫസ്റ്റ് 3 ഡെസ്റ്റിനേഷൻസിൽ വരുന്നത്. പക്ഷെ അത് കൂടാതെ 4th പൊസിഷനിൽ നമ്മുടെ ന്യൂസിലാൻഡിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ചെറിയൊരു ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അവിടെ എപ്പോഴും ഏത് ടൈമും ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. സോ അവർ ഫോളോ ചെയ്യുന്ന ഇപ്പം മിക്ക യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ക്രൈസ്റ്റ് ചർച്ച് യൂണിവേഴ്സിറ്റി, അതേപോലെ മാസി യൂണിവേഴ്സിറ്റി, ഇവരുടെയൊക്കെ PG പ്രോഗ്രാംസ് ഇൻ സ്ട്രക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡഡ് ആണ്. കാരണം ഈ ഒരു കോഴ്സ് ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് തന്നെ അവിടുത്തെ റിയൽ
ടൈം സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ഒരു സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്കിനും അവർക്ക് ഇൻറ്റേൺഷിപ്പും കിട്ടുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ അവർ പഠിക്കുന്നത് അവിടുത്തെ ഉള്ള എഞ്ചിനീയേഴ്സിനോടൊപ്പം ഒരു റിയൽ ടൈം എക്സ്പോഷർ കൂടിയാണ് അവർ പഠിക്കുന്നത് തന്നെ. സോ ന്യൂസിലൻഡാണ് ഇപ്പോൾ നിലവിൽ 4th കാറ്റഗറിയിൽ നിൽക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ UK, കാനഡ, ഓസ്ട്രേലിയ ആണ് ഫസ്റ്റ് 3 പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ പോലും 4th പൊസിഷനിൽ ന്യൂസിലൻഡിലാണ്. പിന്നെ ഒരു 5th പൊസിഷനിൽ പറയുമ്പോൾ നമ്മുടെ നെതർലാൻഡിലാണ്. യൂറോപ്യൻ കൺട്രിയാണ് നെതർലാൻഡ്. ആക്ച്വലി നെതർലാൻഡിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടെയാണ് നെതർലാൻഡ്. അത് അവിടുത്തെ ഒരു കോഴ്സ് കരിക്കുലം അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ മുമ്പേ ന്യൂസിലാൻഡിലെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ നെതർലാൻഡിലെ മിക്ക യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്ന ഒരു കരിക്കുലം തിയറി ക്ലാസ്സസ് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഇത് കഴിയുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ മുതൽ തന്നെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. കൂടുതലും സൈറ്റ് വിസിറ്റും അതേപോലെ സൈറ്റിൽ കൂടെ ഉള്ള ഒരു ലേണിംഗ് മെത്തഡോളജിയാണ് നെതർലാൻഡ് ഫോളോ ചെയ്യുന്നത്. സോ നിലവിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഡിമാൻഡീവായിട്ട് നിൽക്കുന്ന ഒരു കൺട്രീസ് എന്ന് പറയുന്നത് UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് നെതർലാൻഡ് തന്നെയാണ്. നെക്സ്റ്റ് മോസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോവിഡിന് ശേഷമാണ് ഈ ഒരു കോഴ്സ് മോസ്റ്റ് ഡിമാൻഡീവായിട്ട് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കോവിഡിൽ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചത്, എങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ സെക്ടർ ബൂമിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡ് ആ ഒരു കാറ്റഗറിയിൽ വന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെഡിക്കൽ കോഴ്സ് അല്ല. പല സ്റ്റുഡൻസിനും പാരൻസിനും തെറ്റിദ്ധാരണ വരാറുണ്ട്. ആക്ച്വലി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ കോഴ്സാണ് ആക്ച്വലി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നിലവിൽ ഫോർ എക്സാമ്പിൾ ഈ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ റോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, ഒരു ക്ലിനിക്സ് ആയിക്കോട്ടെ, അവരുടെ ടെക്നോളജീനെ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെ നമുക്ക് പറയാം. കാരണം കോവിഡിന് ശേഷം നമ്മളെല്ലാവരും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സ്പെർട്സിനെ കുറിച്ചും നമ്മൾ കോൺഷ്യസ് ആണ്. പല ഇൻഡസ്ട്രീസ്, പല യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പല കൺട്രീസ് ഇതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാംസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിലവിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് UK തന്നെയാണ് ഞാൻ UK എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും UK നിലവിലത്തെ സാഹചര്യത്തിലെ അല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. UK എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് തന്നെയാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും UK ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് റസൽ ഗ്രൂപ്പിലുള്ള യൂണിവേഴ്സിറ്റീസ്, ഫോർ എക്സാമ്പിൾ സാൽഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, കിങ്സ് കോളേജ് പോലുള്ള യൂണിവേഴ്സിറ്റി വളരെ മികച്ച പ്രോഗ്രാംസാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ അവർ അഫോർഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് USA തന്നെയാണ്. ഞാൻ മുമ്പ് UKയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ USA, അതായത് നമ്മളൊരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് UK തന്നെയാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു UK എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പക്ഷേ നെക്സ്റ്റ് ഒരു സെക്കൻഡ് പ്ലേസിൽ എപ്പോഴും USA തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ജോബിലേക്ക് പോകാനായിരിക്കും. തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ജർമ്മനിയാണ്. കാരണം ജർമ്മനിയിൽ ഒരുപാട് റിസർച്ച് ബേസ്ഡ്, കാരണം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം പ്രാക്ടിക്കൽ മാത്രമല്ല, ജർമ്മനിയുടെ കുറച്ചും കൂടെ റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ PhD ലെവലിലേക്ക് നോക്കുന്ന കുട്ടികൾക്ക് കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഏരിയയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. സോ നിലവിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഒരു 3 കാറ്റഗറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡിങ് ഒരു കോഴ്സ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമുക്കറിയാം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ പവർ എഞ്ചിനീയറിംഗ്, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ നമുക്ക് EEE കഴിഞ്ഞ എഞ്ചിനീയേഴ്സിനെയാണ് വേണ്ടത്. നമുക്കറിയാം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എത്രത്തോളം അഡ്വാൻസ് ആണ്. നമ്മുടെ ടാറ്റ പോലെ അല്ലെങ്കിൽ റിലയൻസ് പോലെ അല്ലെങ്കിൽ BSNL പോലെയുള്ള കമ്പനീസ് എന്തോരം ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് ആണെന്ന് അല്ലേ. സോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് EEE എന്ന് പറയുന്നത്. സോ നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് USA അല്ലെങ്കിൽ കാനഡ, സ്വീഡൻ, UK
ഈ വക കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അവർ ഫോളോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ടോപ്പ് മോസ്റ്റ് ഒരു 5 ഡെസ്റ്റിനേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു 5 കൺട്രീസ് തന്നെയാണ് ട്രിപ്പിളിയിൽ നിൽക്കുന്നത്. അപ്പോൾ നോർമലി എന്തൊക്കെയാണ് നമ്മളൊരു ട്രിപ്പിളി കഴിഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ വരുന്ന ഡെസിഗ്നേഷൻ, ഫോർ എക്സാമ്പിൾ പവർ എഞ്ചിനീയറിംഗ് ആവാം, ഇലക്ട്രോണിക്സ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആവാം. ഈ വക മേഖലയിലായിരിക്കും ഈ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഒരു ടോപ്പ് കൺട്രി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് USA തന്നെയാണ്, നോ ഡൗട്ട്. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കുന്ന ഒരു കുട്ടിക്ക് USA തന്നെയാണ് ടോപ്പ് ഡെസ്റ്റിനേഷൻ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് വരുന്നത് കാനഡ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയിൽ വളരെ മികച്ചൊരു പ്രോഗ്രാമാണ് PG ലെവലിൽ ഈ ഒരു കൺട്രി അഡോപ്റ്റ് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ സ്വീഡൻ ആണ്. സ്വീഡനിൽ നമുക്ക് സെപ്റ്റംബർ 2026 ഉള്ളതാണ് ട്രിപ്പിളി കോഴ്സുകൾ വരുന്നത്. ലുന്ത് യൂണിവേഴ്സിറ്റി, അതേപോലെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ വക യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് നമ്മുടെ UK തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് ഓഫ് കോഴ്സ് UK നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു ടോപ്പ് 5 എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ്. പക്ഷേ ഇതല്ലാതെ കുറച്ച് ഇതിൻ്റെ അലൈഡ് ആയിട്ടുള്ള കോഴ്സസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡാറ്റ അനലിസ്റ്റ് വരുന്നത്, ഇതൊക്കെ എഞ്ചിനീയറിംഗ് കാറ്റഗറി, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞ പോലെ നമ്മൾ ഏത് കൺട്രി നമ്മൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് കോഴ്സ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുമ്പോഴും ആദ്യം നമുക്ക് സ്വയം ഒരു റിസർച്ച് സ്റ്റുഡൻറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇതിൻ്റെ എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു കരിയർ ആസ്പെക്റ്റ് എന്താണ്, അത് സ്റ്റുഡൻറ്റ് വിചാരിച്ച ഒരു കരിയറിലേക്കാണോ ആ കുത്തിയെ എത്തിപ്പെടുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ്, നമ്മൾ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകാതെ നമുക്കൊരു ബെറ്റർ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൻ്റെ നിങ്ങൾക്കിപ്പം നമ്മളിപ്പോൾ സെപ്റ്റംബർ 2026 അതേപോലെ ജാനിലേക്ക് ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം ഇതിൽ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പസ് ഇൻ്റർനാഷണൽ ഹെഡ് ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യാം.